വിശ്വാസികളുടെ ജീവിതത്തിൽ അവർ നിരന്തരം വർദ്ധിപ്പിക്കേണ്ടുന്ന ഏറ്റവും വലിയ കാര്യമാണ്, ഇബാദത്താണ്, ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക എന്നുള്ളത്. മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങളെ റബ്ബേ നിന്റെ കാരുണ്യം നിമിത്തം നീ അത് ഞങ്ങളുടെ തിന്മയുടെ റെക്കോർഡുകളിൽ നിന്ന് മായ്ച്ചു കളയണമേ എന്നും, അത് കാരണമായി പരലോകത്ത് നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ, നീ ഞങ്ങളെ നരകാഗ്നി കൊണ്ട് കരിച്ചു കളയരുതേ എന്ന ആത്മാർത്ഥമായ അഭയത്തേട്ടവും അടങ്ങുന്ന കാര്യമാണ് പാപമോചനത്തേട്ടത്തിൻ്റെ കാതൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു എല്ലാം പുറത്തു തരുവാൻ വേണ്ടിയുള്ള അവനോടുള്ള കേണപേക്ഷയാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്, വഖുർ റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ. പറയൂ പ്രവാചകരെ, റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ, നിന്റെ രക്ഷിതാവേ പൊറുക്കേണമേ, കരുണ ചെയ്യണമേ, നീയാണ് ഏറ്റവും കൂടുതൽ കാരുണ്യവാനായിട്ടുള്ള അർഹമുർ റാഹിമീൻ നീയാണല്ലോ എന്ന് റഹ്മാനായ റബ്ബിനോട് നമ്മൾ തേടേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് നമ്മോട് ഏറ്റവും വലിയ സന്തോഷ വാർത്തയായിട്ട് അറിയിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയാണത്. മനുഷ്യരെ, നിങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യരെന്ന നിലക്ക് എത്ര തന്നെ പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലും, യബ്ന ആദം ലൗ ബലഗതു ദുനൂബുക അനാനസ് സമാ സുമ്മ ഇസ്തഗ്ഫർതനി, ആകാശം മുട്ടേ നീ പാപം ചെയ്തവനാണെങ്കിലും നീ എന്നോട് പാപമോചനത്തേട്ടം നടത്തുവാൻ തയ്യാറാണെങ്കിൽ ഗഫർതു ലക വലാ ഉബാലി, ഞാൻ നിനക്ക് പുറത്തു തരും, നിന്റെ പാപങ്ങളെ ഞാൻ പരിഗണിക്കുകയേയില്ല എന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, യാ ഇബാദി, എൻ്റെ അടിമകളെ അള്ളാഹു വിളിക്കുകയാണ്, ഇന്നക്കും തുഖ്തിഊനൽ ലൈല വന്നഹാർ, ഇന്നക്കും തുഖ്തിഊന ബിൽ ലൈലി വന്നഹാർ, നിങ്ങൾ രാവും പകലുമൊക്കെ നിങ്ങളിൽ നിന്ന് ഒരുപക്ഷെ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടാകാം. വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, ഞാൻ എല്ലാ പാപങ്ങളും പൊറുക്കുവാൻ സന്നദ്ധനാണ്, അതുകൊണ്ട് ഫസ്തഗ്ഫിറൂനി, നിങ്ങൾ എന്നോട് പാപമോചനത്തേട്ടം അധികരിപ്പിക്കുവീൻ, അഗ്ഫിർ ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. സഹോദരങ്ങളെ, ഈ വചനങ്ങളെയൊന്നും നമ്മൾ തെറ്റായി മനസ്സിലാക്കരുത്. രാപ്പകൽ നീളെ നിങ്ങൾ തെറ്റുകൾ ഇഷ്ടം പോലെ ചെയ്തോളൂ, പൊറുക്കാൻ സന്നദ്ധനായി ഞാൻ ഇവിടെ ഉണ്ട് എന്ന്. അതുപോലെ തന്നെ ആകാശം മുട്ടേ നിങ്ങൾ തെറ്റുകൾ ചെയ്തോളൂ, എല്ലാം പൊറുക്കുവാൻ ഞാനുണ്ട്, എന്നോടൊരു ഇസ്തിഗ്ഫാർ നടത്തിയാൽ എല്ലാം തീർന്നു എന്ന ലൈസൻസ് നമുക്ക് റബ്ബ് നൽകിയിരിക്കുകയാണെന്ന ധാരണയോടുകൂടി മനഃപൂർവ്വം വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോകുവാനുള്ള അനുവാദമായി ഈ തിരുവചനങ്ങളെ നമ്മളാരും ദുർവ്യാഖ്യാനിക്കരുത്, അതിനെ തെറ്റായി നമ്മൾ മനസ്സിലാക്കരുത്. ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചു പോയെങ്കിൽ അതെത്ര വലുതാവട്ടെ, അതിൻ്റെ പേരിൽ നിരാശപ്പെടാതെ റഹ്മാനായ റബ്ബ് പൊറുക്കുന്നവനായിട്ടുണ്ട് എന്ന ആത്മാർത്ഥമായ അഭിലാഷത്തോടെ, ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ റബ്ബിനോട് തേടിക്കൊള്ളൂ. തെറ്റ് ചെയ്തു പോയി എന്ന നിലക്ക് ഇനി അങ്ങനെ തന്നെ ജീവിച്ചങ്ങ് മരിച്ചു കളയാം, ഏതായാലും ആയില്ലേ എന്ന ഒരു അലസമനോഭാവം നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന ആശയം മാത്രമാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബിഗ്ഫിർലി വലി അഖി, എനിക്കും എൻ്റെ സഹോദരനും റബ്ബേ നീ പുറത്തു തരണമേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്, വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മ വയുതി കുല്ലദി ഫളലിൻ ഫളല. സഹോദരങ്ങളെ, വലിയ ആശയമാണ് ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളത്. നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പാപമോചനത്തേട്ടം നടത്തുവീൻ, അവനോട് നിങ്ങൾ ഖേദിച്ചു മടങ്ങുവീൻ. കണ്ടോ, റഹ്മാനായ റബ്ബിനോടല്ലാതെ നമുക്ക് പാപമോചനത്തിന്റെ തേട്ടം നടത്തുവാൻ ഇവിടെ ഒരു പടപ്പുകളുമില്ല. ഒരാളോടും പാപമോചനത്തേട്ടം നടത്തിയിട്ട് കാര്യമില്ല, റബ്ബിലേക്ക് മാത്രമാണ് നമ്മൾ ഖേദിച്ചു മടങ്ങേണ്ടത്. സുമ്മ തൂബൂ ഇലൈഹി, അവനിലേക്ക് മാത്രം നിങ്ങൾ ഖേദിച്ചു മടങ്ങുവീൻ. നിങ്ങൾക്ക് ഐഹികമായ ലോകത്തും നിങ്ങൾക്ക് സുഖ സൗകര്യങ്ങൾ അല്ലാഹു തരും, അവന്റെ ഫളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് തരും എന്നൊക്കെ തുടർന്നു കൊണ്ട് പറയുന്നുണ്ട്. മാത്രമല്ല, റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്തിന്റെ വർഷം നമ്മിലേക്കുണ്ടായി തീരണമെങ്കിൽ ഇസ്തിഗ്ഫാർ തന്നെയാണ് പോംവഴി എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ് ലഅല്ലകും തുർഹമൂൻ, അവർക്ക് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുകൂടായിരുന്നുവോ? നിങ്ങൾക്ക് അതെന്താ ചെയ്തുകൂടെ? നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിന് അർഹരായേക്കുവാൻ വേണ്ടി, റബ്ബിന്റെ റഹ്മത്ത് കിട്ടുവാൻ ഇസ്തിഗ്ഫാർ നമുക്ക് കാരണമാണെന്ന് മനസ്സിലാക്കുക. ഭക്ഷണത്തിൽ നമുക്ക് ബറക്കത്ത് കിട്ടാൻ, നാം ജീവിച്ചിരിക്കുന്ന ആയുഷ്കാലത്തിൽ നമുക്ക് രോഗങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഇല്ലാതെ ബറക്കത്ത് ലഭ്യമാകുവാൻ, അതുപോലെ തന്നെ പല വിധത്തിലുള്ള ബറക്കാത്തുകൾ നമുക്ക് കിട്ടുവാൻ
ഈ ലോകത്തും നമുക്ക് ഇസ്തിഗ്ഫാർ ഏറ്റവും വലിയ ഒരു ആയുധമാണ്, മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. ജനങ്ങളെ, രക്ഷിതാവിനോട് പാപമോചനത്തേട്ടം നടത്തിക്കൊള്ളൂ, അവൻ നിങ്ങൾക്ക് പുറത്തു തരുന്നവനാണ്. ആകാശത്ത് നിന്നവൻ മഴയെ നിങ്ങളുടെ മേൽ കുത്തിച്ചൊരിച്ച് നല്ല സമൃദ്ധമായ മഴ നിങ്ങൾക്ക് അവൻ അയച്ചു തരും. സമ്പത്തുകൾ കൊണ്ട് അവൻ നിങ്ങളെ സഹായിക്കും. മക്കളെ നൽകിക്കൊണ്ട് സഹായിക്കും. നല്ല നല്ല ഫലഭൂയിഷ്ടമായ തോട്ടങ്ങളും അരുവികളും ഒക്കെ നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കുമെന്ന്. ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണപ്രദമായ, ഇത്രമേൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാറും തൗബയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് മുസ്തഗ്ഫിരീങ്ങളിൽ, അത് മുഖേന സ്വർഗം നേടുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദ്, ഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാറിന്റെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഏതവസരത്തിലും അല്ലാഹുവിനോട് പാപമോചനത്തേട്ടം നമുക്ക് നടത്താവുന്നതാണ്. രാവും പകലും എല്ലാം അതിന് നമ്മുടെ മുമ്പിൽ തുറന്നിടപ്പെട്ട സമയം തന്നെയാണ്. എന്നാൽ അതിലേറ്റവും മികച്ച സമയമാണ് നമ്മുടെ രാവേറച്ചെന്ന് സുബഹിയുടെ തൊട്ട് മുമ്പുള്ള അന്ത്യയാമങ്ങൾ എന്നറിയപ്പെടുന്ന സമയങ്ങൾ. വിശുദ്ധ ഖുർആൻ ആ സമയത്ത് ഇസ്തിഗ്ഫാർ നടത്തുന്നവരെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. ആ സമയങ്ങളിൽ രാവേറച്ചെന്ന് അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിനോട് അവർ പൊറുക്കലിന് ചോദിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എന്ന് വിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സദസ്സിൽ, നമ്മളൊരു സദസ്സിൽ ഇരിക്കുമ്പോഴും അതിൻ്റെ ഏറ്റവും വലിയ സുഗന്ധം തന്നെ എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടുകളിൽ നിന്ന്, നാവുകളിൽ നിന്ന് ഇസ്തിഗ്ഫാറുകൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. പാപമോചനത്തേട്ടങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം. സഹാബത്ത് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിലിരുന്ന് പിരിയുമ്പോഴേക്ക് അവിടുന്ന് ഇങ്ങനെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നത് ഞങ്ങൾ ചിലപ്പോൾ 100 തവണയൊക്കെ റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ എന്നിങ്ങനെ അവിടുന്ന് പറയുന്നതായി ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു എന്ന് സഹീഹായ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഇസ്തിഗ്ഫാറിന് നല്ലൊരു സമയം നമ്മൾ നീക്കിവെക്കണം. പാപികളാണ് നമ്മൾ, സാധുക്കളാണ് നമ്മൾ. റഹ്മാനായ റബ്ബെങ്ങാനും പുറത്തു തന്നിട്ടില്ലെങ്കിൽ പരലോക കോടതിയിൽ നമ്മുടെ കാര്യം മഹാ കഷ്ടമായിരിക്കും. എല്ലാ പാപങ്ങളും അവിടെ വെളിച്ചത്ത് കൊണ്ടുവരപ്പെടുന്ന ദിവസമാണ്. അത് മറച്ചു വെച്ച് പുറത്തു തരാൻ, അത് മായ്ച്ചു കളയാൻ, അതിൽ നിന്ന് രക്ഷ നേടാൻ, അതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷയായ നരകാഗ്നിയിൽപ്പെട്ട് നമ്മൾ അതപ്പതിക്കാതിരിക്കാൻ, സ്വർഗലോകത്തേക്ക് ഇടം നൽകപ്പെടാൻ ഇത് അനിവാര്യമാണ്. അതുകൊണ്ട് അത് വർദ്ധിപ്പിക്കുക. പല ഘട്ടങ്ങളിലും ഇസ്തിഗ്ഫാറിന്റെ മേഖലകളുണ്ട്, വേളകളുണ്ട്. ഒന്നും നമ്മൾ വീഴ്ചകൾ വരുത്തരുത്. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് നമുക്ക് രക്ഷയും കാവലും പ്രദാനം ചെയ്യുമാറാകട്ടെ.